Good morning. Okay. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ ചാപ്റ്റർ ആയിരുന്നു, സെക്കൻഡ് ചാപ്റ്റർ ആണ് തുടങ്ങി വെച്ചത്. എന്തായിരുന്നു റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിയിരുന്നു, അതുപോലെ തന്നെ നേച്ചർ നമ്മൾ നോക്കിയല്ലേ. ഏതൊക്കെയാണ് നേച്ചർ നോക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? റിക്രൂട്ട്മെന്റ് നേച്ചർ ഏതൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്കായിരുന്നു പോയിന്റ്സ്, ഒരു 6 പോയിന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഒരു പാസീവ് ഫങ്ഷൻ, പിന്നെ വെരി ഗുഡ്. പിന്നെ ഏതൊക്കെയായിരുന്നു? കോംപ്ലക്സ് ജോബ്സ്, two-way process, continuous process, positive function. Okay. അപ്പൊ കുറച്ച് കാര്യങ്ങള് ലിങ്കിങ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്? കൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചല്ലോ. അതിലുള്ളത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായ കൺസെപ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? സെലക്ടീവ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് അല്ലെ. ഓക്കെ, ഒരു ഓർഗനൈസേഷനില് പല വാക്കൻസികൾ ഉണ്ടാവും. ആ വാക്കൻസിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ, സ്കിൽഡ് ആയിട്ടുള്ള വാക്കൻസിയിൽ ജോലി ചെയ്യാൻ വേണ്ടതായിട്ടുള്ള നോളജും സ്കില്ലും ക്യാപ്പബിലിറ്റി ഉള്ള ആളെ തിരഞ്ഞെടുക്കണം അല്ലെ. ഓക്കെ, ചൂസ് പേഴ്സൺ ഫോർ ജോബ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പോ ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബിസിനസ് ഗ്രോത്ത്. Recruitment is unavoidable for the business to grow since a business which is recruiting indicated its growth. നമുക്കറിയാം എന്താണ് ഒരു ബിസിനസ്സിനെ സക്സസ്ഫുള്ളിന് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറയാൻ പറ്റും അല്ലെ. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ. നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം? എംപ്ലോയീസ് വേണം അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള, നോളജ് ഉള്ള, ക്യാപ്പബിലിറ്റി ഉള്ള അല്ലെ, കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി, കഴിവുള്ള എംപ്ലോയീസിനെ അവിടെ അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് ഗ്രോത്തിന് ഏറ്റവും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ഓൾസോ റിക്വയർഡ് സ്കിൽസ് for the next stage of business development and the current skills that required can be attained only by recruiting efficient employees. നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ efficient ആയിട്ടുള്ള
ആ ജോലിയിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കി, പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺ ദ ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രോത്ത് ഏരിയ ദാറ്റ് ഹാവ് encouraged the organization to bring in web designers and specialists in information technology, that is e-commerce. നമുക്കറിയാം e-commerce അല്ലെ, ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെ, ഇലക്ട്രോണിക്കില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഇലക്ട്രോണിക്കലി ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് പലരും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പോ അതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ടുള്ള വെബ് ഡിസൈനേഴ്സും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റും അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ എന്താണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആഡ്സിലൂടെ കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്റ്റീവ് ആക്കാൻ പറ്റും അല്ലെ. ഇല്ലേ, വെബ് ഡിസൈനേഴ്സും ഒരു ഓർഗനൈസേഷനിൽ നല്ല സ്കില്ലും നോളജും എബിലിറ്റിയും ഉള്ള ഒരു വെബ് ഡിസൈനർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ആഡ്സുകൾ തയ്യാറാക്കി തരും. അപ്പൊ എന്താണ് അതുവഴി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റീവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള ആഡ്സുകൾ കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അതിലേക്ക് അട്രാക്റ്റീവ് ആക്കിയിട്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ അതിന് ഒരു എന്താണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആരാണ്? ഈ വെബ് ഡിസൈനേഴ്സും അതുപോലെ തന്നെ ആരാണ്? സ്പെഷ്യലിസ്റ്റുകളുമാണ് അല്ലെ ഒരു കമ്പനിയില്. അതാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വളരെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റിലൂടെ നല്ല സ്കില്ലും നോളജും ഉള്ള എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നു. എക്സാമ്പിൾ ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ഫസ്റ്റ് ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ബിസിനസ് ഗ്രോത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? നമുക്ക് ഒരു ബിസിനസ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എന്താണ് അത് അൺഅവോയ്ഡബിൾ ആണ് അല്ലെ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ എന്താണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയിൽ ഏത് വേക്കൻസി ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വേണ്ടതായിട്ടുള്ള സ്കില്ലും നോളജും ഉള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഫില്ലിംഗ് വേക്കൻസീസ് കോസ്ഡ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺഓവർ. എന്താണ് ടേൺഓവർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം സ്റ്റാഫ് ടേൺഓവർ എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് അതിന്റെ മീനിങ് ആയിട്ട് പറയാൻ പറ്റുക? ടേൺ ഓവർ എന്ന് പറയുമ്പോ ലാഭമാണോ നമുക്ക് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഒരു തരത്തില് നമുക്ക് ലാഭം എന്ന് പറയാം. അതർവൈസ് അതിന്റെ മീനിങ് എന്തായിരിക്കാം? വേറെ മീനിങ് പറയാൻ പറ്റുമോ? കറക്റ്റ് ആണ് ചെയ്തത് പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന്റെ ഒരു മീനിങ് ആണ്. അതുപോലെ ഇവിടെ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? ഫില്ലിംഗ് വാക്കൻസീസ് കോസ്ഡ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺഓവർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൊഴിഞ്ഞു പോക്ക്. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ടേൺഓവർ എന്ന് പറഞ്ഞാല് സ്റ്റാഫിന്റെ കുറവ് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Every business face the staff turnover at some point of time. For example, chain stores like Sainsbury's and the ASPA have an ongoing recruitment process for car parking attendants, check-out staff and other staff members. People will have numerous reasons to leave job. Example, higher studies, and need to be replaced regularly. Hence, to fill this opening, recruitment is required. അപ്പോൾ ചില കമ്പനീസിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറെ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്തെടുക്കും.
ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ എന്താണ് ചിലപ്പോ ചില സ്റ്റാഫുകൾ അതിൽ നിന്നും റിസൈൻ ചെയ്ത് പോവാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ? ഇല്ലേ? ചില എന്തെങ്കിലും കാരണങ്ങളാലെ, ചിലപ്പോ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാവാം, അല്ലെങ്കിൽ പാരന്റ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെ, അസുഖം വരാം, അല്ലെങ്കിൽ കിടപ്പിലാകുന്ന അവസ്ഥയൊക്കെ എന്താണ്, അപ്പൊ ചില ആളുകള് റിസൈൻ ചെയ്ത് പോകും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ഹയർ സ്റ്റഡീസ് നമ്മൾ വായിച്ചില്ലേ എക്സാമ്പിള്, ഹയർ സ്റ്റഡീസിന് പോകുമ്പോ എന്താണ് ചില എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്ത് പോകാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ? അപ്പോ ഏതൊരു ഓർഗനൈസേഷനിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ആ ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ തന്നെ എംപ്ലോയീസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാരണത്താൽ എന്താണ് ഒഴിഞ്ഞു പോകാനായിട്ട് ഇടവരും അല്ലെ? ചിലപ്പോ അവിടെ നൽകുന്ന സാലറിയുടെ കുറവ് മൂലമാവാം, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ലാത്തതാവാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നതോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്താൽ എന്താണ് എംപ്ലോയീസ് കൊഴിഞ്ഞു പോവാൻ ഇടവരുന്നുണ്ട്. ഏതൊരു ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ അത്. ഓക്കെ, അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോ അവരുടെ എന്താണ്, അവരുടെ ആ വേക്കൻസി അവിടെ കിടക്കും അല്ലെ, ജോബ് നമുക്ക് എന്താണ് അവിടെ അത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഇല്ലേ? ആളുകൾ ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകുമ്പോ എന്താണ് വേക്കൻസീസ് വരാൻ ഇടവരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഓൺഗോയിങ് ആയിട്ട് എന്ത് ചെയ്യണം, റിക്രൂട്ട്മെന്റിലൂടെ ആളുകളെ സെലക്ട് ചെയ്ത് ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതും എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ബിസിനസ് ഗ്രോത്ത് ആൻഡ് ഫില്ലിംഗ് വാക്കൻസീസ് കോസ്ഡ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺഓവർ. ക്ലിയർ ആണോ? അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇതില് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 66 പേജോളം നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇതിൽ ലെങ്തി ആയിട്ടുള്ളത്. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ഓരോന്നിന്റെയും കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. ഇതേ പോയിന്റുകൾ ഇങ്ങനെ അടിമുടി പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് തരുന്നത് നിങ്ങൾ നന്നായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇത് അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റില്ല. അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് നോക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി. ഈ പോയിന്റ്സുകളും ഓർത്ത് വെക്കണം കേട്ടോ നിങ്ങൾ. ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ചോദിക്കാം, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പോയിന്റ്സുകളാണ് എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സാമ്പിൾസിന്റെ കാര്യങ്ങളൊന്നും വരാറില്ല ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ പേര് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ചേഞ്ചിങ് ജോബ് റോൾസ്. In the present world, work is changing continuously. The skills that seem to be of value today might turn redundant next year, and a new set of skills will be needed. Thus, new opportunities will continuously emerge, and business will keep on recruiting new employees. അപ്പൊ എന്താണ് ഈ ചേഞ്ച് ജോബ് റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ഈ പ്രസന്റ് വേൾഡില് ഓരോ കാര്യങ്ങളും, ഇപ്പൊ ടെക്നോളജീസ് ആയാലും പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ വീട്ടിൽ എന്താണ് ഓരോ നിമിഷം കഴിയുന്നതും ഓരോ രീതിയിലും നല്ല രീതിയിലുള്ള ടെക്നോളജീസ് ആയാലും സർവീസ് ആയാലും ഇന്നോവേഷൻസ് ഒക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ നിൽക്കുന്നത്. അപ്പൊ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ല സ്കില്ലുകളുള്ള എംപ്ലോയീസിനെയാണ് ഓരോ കമ്പനീസിലേക്കും ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? ഇപ്പോ എന്താണ് പല കമ്പനീസിലും അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്രഷേഴ്സിന് അധികം അവരെടുക്കാറില്ല. എടുക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയാണ് അത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണോ? പല പല ആഡ്സ് കാണുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആരും ശ്രദ്ധിച്ചിട്ടില്ല? യെസ് അല്ലെ?
ഓക്കെ, ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് അല്ലെ, അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആരെയാണ്? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇനി പഴയ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പഴയ ഒരു കാലഘട്ടത്ത് കമ്പ്യൂട്ടറുകളൊക്കെ വന്നു തുടങ്ങിയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആദ്യം കമ്പ്യൂട്ടർ പഠിച്ചത് ആരാണോ അപ്പൊ അവരെ നമ്മൾ എടുത്തിട്ട് അവർക്ക് കൂടുതൽ അതില് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അതിൽ നമ്മള് നല്ല രീതിയിലുള്ള ഒരു എന്താ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ആക്കി മാറ്റുന്നുണ്ടല്ലേ പണ്ട് കാലങ്ങളിൽ, ഇല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ വന്ന കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ചത് ആരാണോ അവർക്ക് ഇത്തിരി നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കമ്പനികളിലോട്ട് എടുത്തിട്ട് അവർക്ക് അതിൽ കൂടുതൽ ട്രെയിനിങ്ങുകൾ കൊടുത്ത് അങ്ങനെയാണ് അവരെ എക്സ്പീരിയൻസ്ഡ് മാൻ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എംപ്ലോയീസ് ആയിട്ട് നമ്മള് നോക്കുന്നത് അല്ലെ? അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ടെക്നോളജീസും പല പല ചേഞ്ചസുകളും ഇന്നോവേഷൻസും അല്ലെ കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഏതിലൂടെ? റിക്രൂട്ട്മെന്റിലൂടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റേണൽ പ്രമോഷൻ. എന്തായിരിക്കാം ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞാല്? ഇന്റേണൽ എന്തായിരിക്കാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറയുമ്പോ? ആന്തരികം. ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ് ടാർജറ്റ്? ടാർജറ്റ് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. വെരി ഗുഡ് അല്ലെ? ആന്തരികം അല്ലെങ്കിൽ ജയദേവ് പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നല്ലേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് വായിക്കാം എന്നൊക്കെ പറയാം കേട്ടോ. Organizations practice motivating their employees to go for more challenging and high-paid jobs in the organization. Those who succeed in advancing through a hierarchy must be replaced by new employees. അപ്പോൾ ഇന്റേണൽ പ്രമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസിൽ നിന്ന് ഇപ്പൊ ഒരു ആള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലെ പോയി കഴിഞ്ഞാല് വേറൊരു ആളെ പുറത്തു നിന്ന് എടുക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണലി കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ പ്രമോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ടീച്ചർ ഒരു കോളേജാണ്, അപ്പൊ അതിൽ നിന്ന് ഞാൻ പഠിച്ചത് പ്രൈവറ്റ് കോളേജാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആ കോളേജില് ഒരു BEd കഴിഞ്ഞ നെറ്റൊക്കെ കിട്ടിയ ഒരു ടീച്ചർ അവിടെ ജോലി ചെയ്യുന്നത് ടീച്ചേഴ്സിന്റെ വാക്കൻസി ഫില്ലായപ്പോ ആ ചേച്ചിയെ എടുത്തിരിക്കുന്നത് ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ്. ഓക്കെ, ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് എടുത്തത്. പിന്നീട് ഒരു ടീച്ചർ പോയി കഴിഞ്ഞു, അപ്പൊ ഒരു വാക്കൻസി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചേച്ചിയെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ടീച്ചറായിട്ട് പ്രമോഷൻ കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ് ഇന്റേണൽ പ്രമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ സാലറി ഹൈ പെയ്ഡ് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പ്രമോഷനും അല്ലെ? ആദ്യം റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു, പിന്നെ ഓഫീസ് സ്റ്റാഫായി, പിന്നെ ടീച്ചറായിട്ട് മാറി. അപ്പൊ ഇന്റേണലി എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രമോഷൻ അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പുറത്തു നിന്ന് ആളുകളെ എടുക്കാതെ അകത്തു നിന്ന് ആളുകളെ തന്നെ അത് ആ വേക്കൻസി വരുമ്പോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആണോ ഇന്റേണൽ പ്രമോഷൻ എന്ന് പറഞ്ഞത്? ഓക്കെ, ഇനി നോക്കാം increased workload. When the amount of work increase, the business requires more employees and also those who are more skilled. നമുക്കറിയാം എന്താണ് ഒരു കമ്പനിയിൽ കുറെ വർക്കുകൾ ഉണ്ടെങ്കിൽ എന്താണ് കുറെ ആളുകളെ നമ്മൾ മോർ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ ആ ബിസിനസ് ആ ഓർഗനൈസേഷനിലേക്ക് അത്യാവശ്യമാണ്. കുറെ വർക്ക് ഉണ്ടെങ്കിൽ കുറെ അധികം എംപ്ലോയീസിന് നമ്മുടെ ആവശ്യമുണ്ട്. കാരണം എംപ്ലോയീസ് ക്യാൻ ബി encouraged to develop new skills through training which will be the benefit for this their career
advancement, increase their loyalty towards the organization by prompting them to stay with the organization for the longer duration and to fill the skill gap. Employee referral scheme also proves to be beneficial for the employees, where the employee can refer friends, relatives, or formality processing the skills desired for the post and an incentive. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഓർഗനൈസേഷനിൽ കുറേയധികം വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ അവിടെ മോർ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ആയിട്ടുള്ള നമ്മുടെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പ്രാക്ടീസുകളും കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് അവരെ ജോലി ചെയ്യിപ്പിച്ച് അവിടെ കുറെ നാള് നിർത്തുന്നുണ്ട്. ഇനി അതും പോരാ, കുറെ വർക്കേഴ്സ് അവിടെ ആവശ്യം വേണം, ഇനിയും ആവശ്യമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് ചോദിക്കും, അല്ലെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, കസിൻസ് ഉണ്ടോ, റിലേറ്റീവ്സ് ഉണ്ടോ? അപ്പൊ അവര് പറയും ആ ഉണ്ട്, എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവരെയും നമ്മൾ ഇവിടേക്ക് പ്രിഫർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇൻക്രീസ്ഡ് വർക്ക് ലോഡില് പറയുന്നത്. ഓക്കെ ആണോ? ചില കമ്പനീസിലൊക്കെ ചോദിക്കാറുണ്ടല്ലേ, ഇന്ന ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഒന്ന് പറയണോ കേട്ടോ, ഇന്ന വേക്കൻസീസ് ഉണ്ട്, അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറയാറില്ലേ? ഉണ്ടോ? അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോ അവര് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അടുത്തുള്ള അയൽവക്കത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോലിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അവര് ഇത് ചെയ്തു കൊടുക്കും, പ്രിഫർ ചെയ്ത് കൊടുക്കും, അല്ലെ? ഓക്കെ, അതാണ് ഇൻക്രീസ്ഡ് വർക്ക് ലോഡിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ ആണോ? 5 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ബിസിനസ് ഗ്രോത്ത്. രണ്ടാമത് പറഞ്ഞത് ഫില്ലിംഗ് വാക്കൻസീസ് പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. എന്താണ്? ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വാക്കൻസീസ് ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചേഞ്ചിങ് ജോബ് റോൾസ്, അതുപോലെ ഇന്റേണൽ പ്രമോഷൻ, കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 5 കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഇല്ല. ഓക്കെ, സ്ക്രീനിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ലെക്ചർ നോട്ട് ആയിട്ട് മിസ് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ്, ഓരോ പോയിന്റ്സും ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കുക. അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ. വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ള രീതിയിൽ എഴുതി വെക്കുക നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ.
അയച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഓക്കെ ആണോ? 5 പോയിന്റ്സും ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻലി എഫക്റ്റഡ് ബൈ ഫോളോയിങ് 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? ക്ലിയർ ആവുന്നില്ലല്ലേ? ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഏതൊക്കെ? സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ് വില്ല്, പിന്നെ പറയുന്നത് പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്, ആൻഡ് ലാസ്റ്റ് വൺ കോമ്പറ്റീറ്റീവ്സ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഒന്നുകൂടിയും പറയാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ് വില്ല്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്, ലാസ്റ്റ് ഓക്കെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട്, ലാസ്റ്റ് വൺ കോമ്പറ്റീറ്റീവ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് റിക്രൂട്ട്മെന്റ് പോളിസി, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, സൈസ് ഓഫ് ഫേം, ലാസ്റ്റ് വൺ കോസ്റ്റ്. ഓക്കെ, 4 കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയുമ്പോ ക്ലിയർ ആവും കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി ഓരോ പോയിന്റ്സ്. ഓക്കെ, നമുക്കപ്പോ നോക്കാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. These factors or force are
those factors which cannot be controlled by the organization. Okay. അപ്പൊ external factors നെ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളാണ് external factors ൽ വരുന്നത്. Okay. These factors are those factors which cannot be controlled by the organization. Okay. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. A variety of external factors which affect recruitment are as follows. ഏതൊക്കെയാണ് external factors വരുന്നത്? First one ആണ് supply and demand. Okay, supply and demand. ആവശ്യവും അതുപോലെ തന്നെ വിതരണം. സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതരണം, and demand എന്ന് പറഞ്ഞാൽ ആവശ്യം. Okay. A significant factor in the recruitment process is the manpower supply both inside and outside the organization. If demand of the professionals in the company is more and supply of professionals in the market of law, then the company will have rely on internal sources by training and developing employees. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ പറയുന്നത്? ഒരു കമ്പനി പ്രൊഫഷണൽസുകളുടെ ഡിമാൻഡ് കൂടുതലും മാർക്കറ്റില് പ്രൊഫഷണൽസുകളുടെ വിതരണം കുറവുമാണെങ്കിൽ ജീവനക്കാരെ പരിശീലിപ്പിച്ച് വികസിപ്പിക്കുന്നതിലൂടെ കമ്പനിക്ക് ആന്തരിക ഉറവിടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള സ്കില്ലുകളും നോളജും ക്യാപ്പബിലിറ്റിയും ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് അഭിപ്രായം? നമ്മുടെ ഓർഗനൈസേഷനില് നല്ല സ്കില്ലും നോളജും ഉള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്? അവരെ വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു വില്ലേജ് ഓഫീസർ ഒരു 2 ആഴ്ച ലീവായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? വേറെ വില്ലേജ് ഓഫീസറെ വെക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അവരെന്ത് ചെയ്യും? പകരം എന്താ ചെയ്യാ? അതിന്റെ ഉള്ളിലല്ലേ, ആ ഓർഗനൈസേഷന്റെ ഉള്ളില് അല്ലെങ്കിൽ ആ വില്ലേജ് ഓഫീസിന്റെ ഉള്ളില് ആരാണോ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആളും സ്കില്ലുള്ള നോളജ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാരാണെന്ന് നോക്കും. അവരെന്ത് ചെയ്യും? 2 ആഴ്ചത്തേക്ക് വില്ലേജ് ഓഫീസറുടെ സ്ഥാനത്തേക്ക് വെക്കും അല്ലെ? ആണോ? അങ്ങനെയാണോ? വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാറുണ്ടല്ലേ, ഒരാഴ്ച ലീവാണ് അല്ലെങ്കിൽ 2 ആഴ്ച ലീവാണ്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പകരമായിട്ട് ആ ഓഫീസിന്റെ ഉള്ളില് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആള് ആരാണോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ഥാനത്തേക്ക് വെക്കുന്നു. ഓക്കെ. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂളില് ലൈബ്രറിയൻ ടീച്ചർ ഉണ്ടായിരുന്നു. അത് എന്താണ്, ഒരു വർഷത്തേക്ക് ലീവായിട്ട് പോയി. അപ്പൊ ലീവായി പോയപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചിലപ്പോ ആളെ വെക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അല്ലെ? അവരെന്ത് ചെയ്തു? സ്കൂളുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അതിനുള്ള ആ ലൈബ്രറിയൻ എന്നുള്ള ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചർ ഉണ്ടാന്ന് നോക്കും. ടീച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ വേറെ സബ്ജക്റ്റുകൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ലൈബ്രറിയുടെ ഇൻചാർജ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? അവർക്ക് ലാഭം കിട്ടുന്നുണ്ടോ? ലാഭമാണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടാവുക? എന്താ സംഭവിക്കാം? ഇങ്ങനെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ സംഭവിക്കാൻ ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം എന്താണ്? പകരം ഒരാളെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാലറി കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ? ഇനി അതിന്റെ ഉള്ളിൽ നിന്നുള്ള ആളെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നതെങ്കിലോ അപ്പൊ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. ശമ്പളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഇൻചാർജ് ആയിട്ട്
ആളെ ലൈബ്രറിക്ക് തന്നെ വെക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, കാര്യം പിടികിട്ടിയോ? സപ്ലൈ ആൻഡ് ഡിമാൻഡില് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, the growth of the economy. വൺസ് മോർ ഒന്നും കൂടി പറയണോ? എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രമാത്രം മനസ്സിലാക്കാം? ഒരു ഓർഗനൈസേഷനിൽ നല്ല സ്കില്ലും നോളജും അതുപോലെ എന്താണ് നോളജും കാപ്പബിലിറ്റിയും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ, നമ്മളെ കമ്പനിയിൽ വേക്കൻസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് ആളുകളെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇന്റേണൽ പ്രൊമോഷൻ അല്ലെ. എന്താണ്? നമ്മുടെ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് നോളജും സ്കില്ലുള്ള ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ തന്നെ ഇൻചാർജ് ആയിട്ട് വെക്കുന്നു. ലൈബ്രറിന്റെ എക്സാമ്പിൾ മനസ്സിലായോ ജയദേവിന്? മനസ്സിലായോ? അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഗ്രോത്ത് ഓഫ് ദി ഇക്കണോമി is another factor that affects the availability of applicants, lack of job in the company and surpluses labor in the market can give rise to situation of unemployment. ഇനി നമ്മുടെ ഓർഗനൈസേഷനില് ജോലി കുറവാണ്, ഒരു കമ്പനിയില് ജോബ് കുറവായിട്ടുണ്ടെങ്കിൽ അല്ലെ, ജോലി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയാറുണ്ടല്ലേ, ചില ആളുകളോടൊക്കെ ചോദിക്കുമ്പോ കമ്പനിയിൽ ഇപ്പൊ വർക്ക് കുറവാണ് പറയാറുണ്ടല്ലേ. അങ്ങനെ വർക്ക് കുറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പൊ വല്ല വേക്കൻസികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആളുകളെ എടുക്കാം, പുറത്തുനിന്ന് ആളുകളെ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പറയാൻ പറ്റുമോ? കമ്പനിയിൽ ഇപ്പൊ ജോലി ഓൾറെഡി കുറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് കൊടുക്കാനായിട്ടുള്ള എന്താണ് ശമ്പളം ഉണ്ടാവോ? പറയാറുണ്ടല്ലേ? ഇല്ല, ശമ്പളം കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. ഓൾറെഡി എന്താണ്, കമ്പനിക്ക് ലോസ് ആണ് അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോ ലോസ് ആണ് സംഭവിക്കുന്നത്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തുനിന്ന് അവർക്ക് വേണമെങ്കിൽ ആളുകൾ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. പുറത്തുനിന്ന് ആളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ശമ്പളം അല്ലെ, സാലറി ഉണ്ടാവില്ല കൊടുക്കാനായിട്ട് ഇല്ലേ. സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നിട്ടുണ്ടല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് സാലറി കൊടുക്കാനായിട്ട്. ഇനി അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ എടുക്കാതെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, ഇപ്പൊ സാമ്പത്തിക മാന്ദ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറെ ആളുകളെ പറഞ്ഞു വിടാം അല്ലെ. നമ്മള് അനുഭവിച്ചവരാണ് അല്ലെ, പുറം രാജ്യങ്ങളിലൊക്കെ കിടക്കുന്നവരൊക്കെ അങ്ങനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോ ജോലി കുറവാണെങ്കിൽ എന്താണ്, പുറത്തുനിന്ന് ആളുകളെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ലോസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് നമ്മുടെ കമ്പനിക്ക് പുറത്ത് നല്ല സ്കില്ലും നോളജും ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ എന്താണ്, അവർക്ക് ജോബ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, കാരണം കമ്പനിക്ക് ലോസ് ആണുള്ളത്. അതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് അല്ലെ, തൊഴിലില്ലായ്മ വരുന്നുണ്ട്. അതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പുറത്ത് നിൽക്കുന്നത് നല്ല സ്കില്ലും നോളജും ഉള്ള ആളുകളായിരിക്കാം, പക്ഷെ അവർക്കും എന്താണ്, ഇപ്പോഴും നമ്മളുടെ കേരളം അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. നല്ല രീതിയിലുള്ള സ്കില്ലും നോളജും ഉള്ള ആളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താണ്, അവർക്കൊക്കെ നല്ല രീതിയിലുള്ള അവര് പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടോ? അവർക്ക് ഇല്ല. മറ്റു പലരും ഇപ്പൊ പോകുന്നത് എന്താണ്, അവര് പഠിക്കാത്ത ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്കാണല്ലേ പോകുന്നത് അല്ലെ. ബിടെക് പഠിച്ചവര് അതുപോലെ തന്നെ പല കാര്യങ്ങളും പഠിച്ചവർക്ക് ഇപ്പോഴും ജോലി കിട്ടാത്തൊരവസ്ഥയുണ്ട് അല്ലെ, ഫേസ് ചെയ്യുന്നുണ്ട് അവര് ഇല്ലേ. കുറെ ആളുകള് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള സ്കില്ലും നോളജും ഉണ്ടാവാം, പക്ഷെ എന്താണ്, നമുക്ക് നമ്മുടെ കമ്പനിയിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് പുറത്ത് എന്താണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അല്ലെ, അൺഎംപ്ലോയ്മെന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലേബർ മാർക്കറ്റ്, നെക്സ്റ്റ് വണ്ണാണ് ലേബർ മാർക്കറ്റ്. എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഇൻ ദ ഏരിയ where the organization is situated
affect the recruiting activities of the organization. Ordinary attempts like displaying the job vacancy on notice board or announcement in the official meeting, etc., will attract more candidates than need to at the time of recruitment. Labor market എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രതീക്ഷകള്, തൊഴിൽ സാഹചര്യങ്ങള്, സംഘടന, ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. നോട്ടീസ് ബോർഡുകളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക മീറ്റിങ്ങുകളിലെ അറിയിപ്പുകളിലോ ജോലി ഒഴിവുകള് പ്രദർശിപ്പിക്കുന്നതിന് പോലുള്ള സാധാരണ ശ്രമങ്ങള് റിക്രൂട്ട്മെന്റ് സമയത്ത് ആവശ്യത്തിലധികം ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു എന്താ ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോ സ്കൂളൊക്കെ അടയ്ക്കുമല്ലോ. അപ്പൊ സ്കൂളുകളിലൊക്കെ ചില വേക്കൻസീസ്, ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വേക്കൻസീസ് വരാറുണ്ട് ഇല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? ഇന്ന വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സഭയുടെ സ്കൂളൊക്കെ ആണെങ്കിൽ അവിടെ ഇന്ന ഒഴിവുകളുണ്ട്, ഇപ്പൊ UP-യിലേക്ക് ഒഴിവുകളുണ്ട്, അല്ലെങ്കിൽ LP-യിലേക്ക് ഇത്ര വേക്കൻസീസ് ഒഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരറിയിക്കും. ഇപ്പൊ പള്ളികളിലൊക്കെ ആണെങ്കിൽ, സഭയുടെ കീഴിലാണെങ്കിൽ, അപ്പൊ ആ സഭയുടെ കീഴിലുള്ള പള്ളികളിലൊക്കെ എന്ത് ചെയ്യുന്നത്? നോട്ടീസ് അയക്കും. അപ്പൊ കുർബാനയ്ക്ക് ശേഷം അത് വായിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്താണ് പള്ളിയിൽ കുർബാനയൊക്കെ കഴിയുമ്പോ നോട്ടീസ് അച്ഛന്മാരെ വായിച്ച് കേൾക്കാറുണ്ട് അല്ലെ. എന്റെ സ്കൂളിൽ ഒഴിവുണ്ട്, UP-യിൽ ഒഴിവുണ്ട്, LP-യിൽ ഒഴിവുണ്ട് ഇല്ലേ? കേട്ടിട്ടുണ്ടാ? അതുപോലെ തന്നെ പല ആഡ്സുകളിലൂടെ നമ്മൾ അറിയും. അതുപോലെ തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇല്ലേ? അപ്പോ അങ്ങനെ ഒഴിവുകളുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നമ്മള് പല രീതിയില് അല്ലെ, ചിലപ്പോ അവര് മീറ്റിംഗ് കൂടുമ്പോ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോ ഇന്ന വാക്കൻസീസ് UP-യിലുണ്ട്, LP-യിലുണ്ട്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് അനൗൺസ്മെന്റ് ചെയ്യുന്നതിലൂടെയും അങ്ങനെ ആളുകളെ അറിയിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വാക്കൻസീസ് വരുമ്പോ നല്ല സ്കിൽഡ് ആയിട്ടുള്ള പല അനൗൺസ്മെന്റിലൂടെ നോട്ടീസ് ബോർഡിൽ ഇടുന്നുണ്ട്, അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, പല അറിയിപ്പുകൾ വഴിയും സ്കിൽഡ് ആയിട്ടുള്ള പല നല്ല രീതിയിലുള്ള സ്കില്ലുകളുള്ള നോളജുകളുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇന്റേണൽ അല്ലെ, പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ്? പുറത്തു നിന്ന് ആളുകളെ പല അറിയിപ്പുകളിലൂടെ, പല എന്താണ് നോട്ടീസ് ബോർഡിലൂടെ, പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അങ്ങനെ അനൗൺസ്മെന്റിലൂടെയൊക്കെ നല്ല രീതിയിലുള്ള ആളുകളെ, നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ലേബർ മാർക്കറ്റ്? ഓക്കെ ആണോ? ജസ്റ്റ് ഞാനിങ്ങനെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ക്ലിക്ക് ആവുന്നുണ്ടോ? കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഇമേജ് ഓർ ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഗുഡ് വിൽ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ്? അന്തസ്, ഓക്കെ, സ്വഭാവം, സൽപ്പേര് അല്ലെ? ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൽപ്പേര് അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. എംപ്ലോയേഴ്സ് ഇമേജ് can also act as a barrier of recruitment. The activities of the organization are the basis for building organizational image. It becomes easier to attract and retain employees for organization if it has a positive image or goodwill as an employer than for an organization with a negative image. ഇപ്പോ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു ജോലിയില് ഒരു എന്താ ആഡ് കണ്ടത്, അപ്പൊ നിങ്ങള്
അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാം? അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താണ് അതൊരു പൊട്ടിപ്പാളീസ് ആകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമേജിലേക്ക് പോകുന്ന ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യോ ഇല്ലയോ? എന്തെങ്കിലും ഒരു വാക്കൻസി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? നല്ല രീതിയിലുള്ള എന്താണ് നല്ല രീതിയിലുള്ള കമ്പനി അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുള്ളൂ അല്ലെ? ഓക്കെ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. കാരണം എന്താണ് അത് ലോസിലേക്ക് പോകുന്ന കമ്പനിയാണെന്ന് നമുക്ക് അറിയാൻ സാധ്യതയുണ്ട്. അറിഞ്ഞത് കൊണ്ടാണ് നമ്മള് നല്ലൊരു ഗുഡ് കമ്പനി സെലക്ട് ചെയ്യുന്നത് അല്ലെ? നമുക്ക് എപ്പോഴും ഇഷ്ടം ഒരു കാൻഡിഡേറ്റിന് ഒരു എംപ്ലോയിക്ക് എന്നും എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് അല്ലെ? അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ ചൂസ് ചെയ്യുന്നത് നല്ല സെൽഫേര് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ്വിൽ ഉള്ള കമ്പനിയെ ആണ് ഓരോ കാൻഡിഡേറ്റും ചൂസ് ചെയ്യുന്നത്. അതെന്താണ്? അതൊരു എന്താണ് ഫാക്ടർ, ഇന്റേണൽ ഫാക്ടർ ആണ് അല്ലെ? യെസ്, ഹയർ ജോബിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഇപ്പോ എവിടെയാണ് ഇപ്പൊ വേറൊരു കമ്പനിയിലേക്ക് ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ പോയിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാല് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? റെഫറൻസ് നമുക്ക് നോക്കും അല്ലെ? ഈ കമ്പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇമേജ്, അങ്ങനെയുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് നല്ലൊരു നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക നല്ലൊരു ഇമേജ് ഉള്ള നല്ലൊരു ഗുഡ്വിലുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Political and social legal environment. Recruitment practice recruitment practice are directly influenced by various government regulations which keep out favoritism in hiring and employment. For example, legislation for reservation in employment for scheduled caste, scheduled tribes, physical handicapped, etc. have been introduced by the government of India. In addition, trade union play a prominent position in recruitment. This hampers the management's freedom to choose the prospective candidate. Recruitment source can be limited by union's regulations if the candidate does not fulfill the criteria set by the union. ഇവിടെ പറയുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങള് PSC വഴി ഒരു ഗവൺമെന്റ് ജോബ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിലൂടെ അല്ലെ, അവർ ആ PSC വഴി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ജനറൽ ആയിട്ടുള്ള ആളുകളെ എപ്പോഴും എന്താണ് അവർക്ക് ജോലി കിട്ടാതെ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലെ? കമ്മ്യൂണിറ്റികള് ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഹാൻഡിക്യാപ്ഡ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവർക്കൊക്കെ ജോലി കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കിട്ടുകയുള്ളൂ അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതുപോലെ തന്നെ ഇപ്പോ സ്കൂളുകളിലായിട്ടുണ്ടെങ്കിലും ഇപ്പോ എന്താണ് ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടേ മറ്റുള്ള നോർമൽ ആയിട്ടുള്ള ടീച്ചേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? അപ്പൊ അവർക്കൊരു സീറ്റ് ഉണ്ട്, അവർക്ക് കൊടുത്തിട്ട് മാത്രമേ വേറെ ടീച്ചേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ഒഴിവില് വേറെ വല്ല ടീച്ചർമാര് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഭിന്നശേഷിക്കാര് വന്നു കഴിഞ്ഞാല് അവര് മാറിക്കൊടുത്തോളണം. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ് ഒരു മുൻപന്തി ഉണ്ട് അല്ലെ? അവർക്ക് ഒരു എന്താ പറയാ, അവർക്ക് കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ ഇല്ലേ? അതുപോലെ തന്നെ PSCയിലും അങ്ങനെ തന്നെയല്ലേ? എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് അല്ലെ? പ്രയോറിറ്റി ഉണ്ട് അല്ലെ അവർക്ക്? ഓക്കെ, അപ്പോ ഈ കമ്പനീസിൽ ഇപ്പോ ജോലിക്കാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ യൂണിയന് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവരെ ഗവൺമെന്റിലൊക്കെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ യൂണിയൻകാരുടെ രീതിയിലും പല യൂണിയൻസ് വഴി ആളുകളെ നിയമിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഗവൺമെന്റിനായാലും അതുപോലെ തന്നെ യൂണിയൻസ് വഴി ആളുകളെ നിയമിച്ചിട്ട് മാത്രമാണ് കമ്പനീസിന്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവരെ കമ്പനീസില്
അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് വേറെ ആളുകളെ നിയമിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്നത് ആരൊക്കെയാണ്? കമ്മ്യൂണിറ്റി പ്രയോറിറ്റി അനുസരിച്ചിട്ട് അല്ലെ. ഹാൻഡിക്യാപ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം വാക്കൻസി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളവരെ നിയമിക്കുള്ളൂ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഗവൺമെന്റിന് നിയമിക്കാം, അതുപോലെ തന്നെ യൂണിയൻസ്, പല യൂണിയൻസ് വഴി നിയമിക്കാൻ പറ്റും. ഇവര് നിയമിച്ചു കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഇപ്പൊ യൂണിയൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ശതമാനം അവർക്ക് കൊടുക്കണം അല്ലെ, എമൗണ്ടുകൾ കൊടുക്കണം, മാനേജ്മെന്റ് വഴി കയറുന്നതൊക്കെ അല്ലെ. അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കമ്പനീസിന് അവരുടെ ഇഷ്ടപ്രകാരം ആളുകളെ നിയമിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ, നിയമിക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് ഫിസിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആദ്യം ഗവൺമെന്റ് അതുപോലെ തന്നെ യൂണിയൻസ് വഴി ആളുകളെ നിയമിക്കുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും അവർക്ക് മാനേജ്മെന്റ് വഴി ഇത്ര പെർസെന്റേജ് എമൗണ്ട് കൊടുക്കണം, ആളുകൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു വാക്കൻസി ഒഴിവുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും കമ്പനീസ്? എന്ത് ചെയ്യും? കമ്പനീസിന് ഇഷ്ടപ്രകാരം അവര് റിക്രൂട്ട് ചെയ്ത് ആ വാക്കൻസി ഫിൽ ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായോ? പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. കോമ്പറ്റീറ്റേഴ്സ് അല്ലെ, കോമ്പറ്റീറ്റേഴ്സ്. The recruitment function is also influenced by the recruitment policies of the competitors. Generally, organizations change their recruitment policies to match up with the competitors' policies so that they can compete in the market. ഇപ്പോ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരം അല്ലെ, മത്സരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ നീതുവിന് ഒരു കമ്പനി ഉണ്ട്. അപ്പൊ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം അല്ലെ, സെലക്ട് ചെയ്യണം നമ്മുടെ കമ്പനിയിൽ വാക്കൻസി വരുമ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നല്ല രീതിയിൽ സ്കില്ലുകളും നോളജ് ഉള്ള ആളുകളെയാണ് എനിക്ക് ആവശ്യം അല്ലെ. ഏതൊരു ഓണർക്കും ആവശ്യം എന്താണ്? നല്ല സ്കില്ലും നോളജും ഉള്ള ആളുകളെയാണ്. അതുപോലെ തന്നെ നീതുവിനും ആവശ്യമായിട്ട് വരുന്നത് അവരുടെ കമ്പനി സക്സസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെയാണ്? നല്ല സ്കില്ലും നോളജും കാപ്പബിലിറ്റി ഉള്ള ആളുകളെയാണ് നീതു തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കുറച്ച് പോളിസീസ് ഉണ്ട്, അതില് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പല ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ പോളിസിയിലൂടെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത് നിന്നുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് അല്ലെ. അങ്ങനെ വാക്കൻസീസ് വരുമ്പോ പുറത്ത് നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതും എങ്ങനെ വേണം? റിക്രൂട്ട്മെന്റ് പോളിസി അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനും നീതും ഒരുപോലെ പോകുന്ന കമ്പനീസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ ഇടയിൽ എന്ത് വരും? സ്കില്ലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോ, പുറത്തു നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോ ഞങ്ങള് നല്ല സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഞാനും നീതു എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങളുടെ ഇടയിൽ എന്ത് വരും? കോമ്പറ്റീഷൻ വരും അല്ലെ, ഒരു മത്സരം വരും. എനിക്ക് വേണം അല്ലെ, എനിക്ക് വേണം, അല്ലെങ്കിൽ നീതുവിന് വേണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ വരും അല്ലെ. എനിക്ക് നല്ല രീതിയിൽ സ്കില്ലുള്ള ആളെ വേണം, അല്ലെങ്കിൽ നീതു വിചാരിക്കും എനിക്കും നല്ല രീതിയിൽ സ്കില്ലും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വേണമെന്ന്. അപ്പൊ എന്താണ്? ഞങ്ങളുടെ ആ കമ്പനിയില് ഞങ്ങളുടെ ഇടയിൽ എന്ത് വരും? കോമ്പറ്റീഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് കോമ്പറ്റീറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ്വില്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ, മിസ് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് എടുത്തത്
അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നോ ഇന്നലെ? മോക്ക് ടെസ്റ്റ് ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് അല്ലെ? ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.